ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പൊങ്കാലയർപ്പിക്കും. ഭഗവതി ദർശനത്തിനായി മണിക്കൂറുകൾ മുന്നേ തന്നെ ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് സ്മിത ഹരിദാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്മിത, എല്ലായ്പ്പോഴും എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാല ദിവസം വലിയ തിരക്ക് നമുക്ക് കാണാറുണ്ട്, അനുഭവപ്പെടാറുണ്ട്. പക്ഷേ തലേ ദിവസം തന്നെ ഇത്രയധികം ആളുകൾ വരുന്നത് ഒരുപക്ഷെ ആദ്യമാണെന്ന് തോന്നുന്നു. പൊങ്കാലയിടും മുൻപ് വ്രതമനുഷ്ഠിച്ച് എത്ര ദിവസങ്ങളായി ഇവർ കാത്തിരിക്കുകയാണെന്നറിയോ. ഓരോ വർഷവും പൊങ്കാല കഴിയുന്തോറും അടുത്ത വർഷം പൊങ്കാലയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇത്തവണ തലേ ദിവസം തന്നെ നേരത്തെ തന്നെ വന്ന് ക്യൂവിൽ നിന്ന് കാത്തുനിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ഇവർ ദേവിയെ കാണാൻ ദർശനത്തിനായി നിൽക്കുകയാണ്. രാത്രി വൈകിയും ഇവർ നിൽക്കുകയാണ്. ദേവി സ്തുതികളോടെ നാമജപങ്ങളോടെ ഈ തിരക്കിലും അവർ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് ഭക്തരുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്മയെ കാണാനായിട്ട്, ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് എല്ലാ വർഷവും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ നമ്മൾ കണ്ടു. അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവരുണ്ട്, വയസ്സായ അമ്മമാരുണ്ട്. അങ്ങനെ എത്ര സമയമായി പകലത്തെ ചൂടൊന്നും കാര്യമാക്കാതെ രാത്രി വൈകിയും ഇവർ കാത്തിരിക്കുകയാണ്. കാരണം നാളെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഉച്ചവരെ മാത്രമേ ദേവി ദർശനം സാധ്യമാകൂ. അത് കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് നട തുറക്കുക. അതുകൊണ്ട് എല്ലാവരും നാമജപങ്ങളോടെ കാത്തിരിക്കുകയാണ്. പകൽ മുഴുവനും കാത്തുനിന്നതിൻ്റെ ക്ഷീണമൊന്നും ഇവരുടെ മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. അത്രയും തിരക്കാണ്, അഭൂതപൂർവമായ തിരക്കാണ് ഇത്തവണ അറിയപ്പെടുന്നത്. രാത്രിയായിട്ടും ഈ ചൂടിനും ഒരു കുറവില്ല. പക്ഷെ അതൊന്നും ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. ആറ്റുകാലമ്മയെ കാണാനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവർ. ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ നിന്ന് സ്മിത ഹരിദാസ്, ക്യാമറാമാൻ ജിനുവിനൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.